ബ്രദർ, സിസ്റ്റർ, നിനക്ക് വിരോധമായി, അതെ, നിനക്ക് വിരോധമായി എഴുതിയ ചില രേഖകളെ എവിടെയെന്നോ? ആ ജോലി സ്ഥലത്ത്, നിൻ്റെ കുടുംബത്തിനകത്ത്, അതെ, നിൻ്റെ സ്കൂളിൽ, കോളേജിൽ, ആ ബിസിനസ് മേഖലകളിൽ എഴുതിയ ചില എഴുത്തുകളെ, രേഖകളെ. അവർ മാത്രമല്ല, നീ അറിയുന്ന, അവരത് ചെയ്യും, എനിക്കിട്ട് പണി തരുമെന്ന് കരുതുന്ന അവർ മാത്രമല്ല, നീ അറിയാത്ത പിശാച് എഴുതിയ, ഇന്ന് രാവിലെയോ ഇന്നലെയോ അല്ല, കാലങ്ങൾക്ക് മുമ്പ് പിശാച് എഴുതിയ നീ രക്ഷപ്പെടത്തില്ല എന്ന്, നിൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും കാണത്തില്ല എന്ന്, നീ ഒരിടത്തും എത്തത്തില്ല എന്ന്, നിൻ്റെ കരച്ചിലും നിലവിളിയും അതാ. എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര ഓടിയിട്ടും ഒരിടത്തും എത്തുന്നില്ലല്ലോ പൊന്നു പാസ്റ്ററേ, ഒന്നും ആകാൻ പറ്റുന്നില്ലല്ലോ. ഒരു വശത്ത് നിന്ന് ശരിയാക്കി വരുമ്പോൾ അടുത്ത വശത്ത് നിന്ന് അങ്ങ് പോവുക, കയ്യിൽ നിന്ന് പോവുക പാസ്റ്ററേ. ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല. കേൾക്ക്, അതിന് തക്കവണ്ണം ഇന്നലകളിൽ എഴുതിയ എഴുത്തുകളെ ദൈവം തിരുത്തുവാൻ പോകുന്നു. നിനക്ക് വിരോധമായി പ്രതികൂലമായി എഴുതിയ എഴുത്തുകളെ ദൈവം തിരുത്തുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കൊലോസ്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം: ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അധികാരപത്രവുമായി എന്തിനാണ്? പിടിച്ചുകെട്ടി കൊണ്ടുപോകുവാൻ. ആരെ? ഭക്തനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകുവാൻ അധികാരപത്രവും വാങ്ങി യാത്രയാകുന്ന ഒരു വ്യക്തി. നോക്കൂ, അതേ വ്യക്തി പിന്നത്തേതിൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആരാണോ അധികാരപത്രവും കയ്യിലേന്തി അല്ലെങ്കിൽ അധികാരമുള്ളവനായിട്ട് സഭയെ മുടിച്ചു കളയുവാൻ ഇറങ്ങിത്തിരിച്ചത്, അവൻ പിന്നത്തേതിൽ സഭയ്ക്ക് ലേഖനം എഴുതുന്നതാണ് ആദ്യമേ നമ്മൾ വായിച്ചത്. എത്ര വൈരുദ്ധ്യമായ കാര്യമല്ലേ? കൊല്ലുവാൻ നടക്കുന്നവൻ സഭയെ വളർത്തുന്ന ലേഖനങ്ങൾ എഴുതുന്നു. അതെ, നിന്നെ കൊല്ലുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ, നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല എന്ന് മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നവർ, ആമേൻ, നിൻ്റെ തലമുറകളുടെ, നിൻ്റെ നല്ലതിനു വേണ്ടി വായ് തുറക്കുന്ന നാളുകളെ എൻ്റെ ദൈവം നിനക്ക് മുമ്പിൽ ഒരുക്കുവാൻ പോകുന്നു. വിശ്വസിക്കുവാൻ, ദൂതേറ്റെടുക്കുവാൻ ധൈര്യമുണ്ടോ? ആമേൻ, സ്തോത്രം. ഇത് പുറത്ത് നിൽക്കുന്നവൻ ഏറ്റെടുക്കത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആമേൻ, ക്രൂശിൽ എന്താണ് സംഭവിച്ചത് അത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. കാൽവരി ക്രൂശ് മുൻപിൽ ക്രൂശിക്കപ്പെട്ട യേശുവും. എന്നാൽ പിൻപിൽ എന്താണ് നടന്നത് അതറിയുന്നവൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരി മുൻപേ നടക്കും. അവൻ നിന്നെ പിന്നിലാക്കി, ഇന്നലകളിൽ നിന്നെ പിന്നിലാക്കി മുൻപേ നടന്ന ഒത്തിരി പേരുടെ മുൻപേ നടക്കുവാൻ ക്രൂശിന് പിൻപിൽ എന്താണ് നടന്നതെന്ന് നീ അറിയണം. കൊലോസ്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രൂശിന് പിൻപിൽ നടന്നൊരു കാര്യമുണ്ട്. എന്താണ്? വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് അവൻ ക്രൂശിൽ മായ്ച്ചു, ക്രൂശിൽ തറച്ചു. ആമേൻ. യേശു മാത്രമല്ല ക്രൂശിക്കപ്പെട്ടത്, നിനക്ക് വിരോധമായി മനുഷ്യനും പിശാചും എഴുതിയ എഴുത്തുകുത്തുകളും ക്രൂശിക്കപ്പെട്ടു. യെസ്, യേശുവിൻ നാമത്തിൽ ആ ക്രൂശിൽ, യെസ്, എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കാൻ കഴിയും? ആമേൻ. ബ്രദർ, നിൻ്റെ ബിസിനസ്സിന് വിരോധമായി എഴുതിയ എഴുത്തുകുത്തുകൾ മായ്ക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ആ ഒരൊറ്റ ലെറ്റർ മതി, സ്ഥാപനം പൂട്ടിപ്പോകും. ആ ഒരൊറ്റ റിപ്പോർട്ട് മതി, അവരുടെ ഒറ്റ വാക്ക് മുഖവിലേക്ക് എടുത്താൽ, ആ കുടുംബം വിരോധമായിട്ട് നിന്നാൽ നിൻ്റെ ബിസിനസ് മുൻപോട്ട് പോകത്തില്ല. കേൾക്ക്, അത് മാഞ്ഞു പോകുക. നിനക്ക് വിരോധമായി, നിൻ്റെ സ്ഥാപനത്തിൻ്റെ മുൻപോട്ട് പോക്കിന് തടസ്സമായി ചില വ്യക്തികൾ എഴുതിയ എഴുത്തുകളെ കർത്താവ് മായ്ച്ചു കളയുക. അവിടെ നീ ജോലി ചെയ്യുന്നതിനും അവിടെ ഉറച്ചു നിൽക്കുന്നതിനും തടസ്സമായി അവകാശവാദം ഉന്നയിച്ച് എഴുതിയ എഴുത്തുകൾ. ഒന്ന് തടസ്സം, രണ്ട് അവകാശവാദം. ആമേൻ. തടസ്സം എന്താണ്? നീ അവിടെ ജോലി ചെയ്യരുത്, നീ ജോലി ചെയ്ത് ജീവിക്കരുത്. അവകാശം എന്താണ്? അവർക്ക് ആ പൊസിഷൻ വേണം, അവർക്ക് ആ സ്ഥാനം വേണം. ഓ സ്തോത്രം. അപ്പോൾ നീ ചോദിക്കും, പാസ്റ്ററെ, ഈ ജോലി അവർക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെ എന്നെക്കാൾ അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണല്ലോ. ഞാൻ പറഞ്ഞ പൊസിഷൻ, പോസ്റ്റ്, സ്ഥാനം അതൊന്നുമല്ല. നീ സ്വസ്ഥമായി സമാധാനമായിട്ടിരിക്കുന്നില്ലേ?
ഉള്ളതും കാച്ചി കുടിച്ച് ആ അവസ്ഥ കഴിഞ്ഞു. ആമേൻ. ഉള്ളതും കാച്ചി കുടിച്ച് സന്തോഷത്തോടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നെ അവർ എത്തിച്ചു. അതുതന്നെയായിരുന്നു അവർക്ക് ആവശ്യം. ആ സ്ഥാനം നീ സമാധാനമായി സ്വസ്ഥമായി ഉള്ളത് വാങ്ങിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കരുത് എന്ന് പറഞ്ഞ് അവർ എഴുതിയ എഴുത്തുകുത്തുകളെ ദൈവം മായ്ച്ചു കളയുവാൻ പോകുക. അവിടെ നിന്നെ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് മനുഷ്യനും പിശാചും എഴുതിയ എഴുത്തുകളെ മായ്ച്ചു എൻ്റെ കർത്താവ് അവിടെ നിന്നെ ഉറപ്പിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. സഹോദരി, നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി ചിലരെഴുതിയ അത് തന്നെ. ആമേൻ. ഒരിക്കലും സഹോദരിയും കൂടെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, പാസ്റ്ററെ, ഇപ്പോൾ ഞങ്ങൾ അല്പസമയം സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞങ്ങൾ അല്പസമയം സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ യുദ്ധം തുടങ്ങും. അപ്പോൾ കുറച്ച് മുമ്പ് വരെ അവർ യുദ്ധത്തിലായിരുന്നു. വേറെ ആരുമല്ല, ഭാര്യയും ഭർത്താവും. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു തുടങ്ങുന്നത്. അടിയായി വഴക്കായി ചില്ലറ കളികളല്ല. അവരുടെ ജീവിതത്തിൽ ചില്ലറ കളികളില്ല. അവരുടെ വീട്ടിൽ പിന്നത്തേതിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ അന്തം വിട്ടുപോയി. എന്നെ കേൾക്കുന്ന നിങ്ങളൊരു പക്ഷേ അതൊക്കെ തന്നെയാണല്ലേ. വാതിലിൻ്റെ കട്ടളയിൽ വെട്ടുകൊള്ളാത്തൊരിടമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടുമ്പോഴാണ്. വീട്ടിനകത്ത് ഗ്ലാസ്സിലുള്ള ഒരൊറ്റ സാധനങ്ങളില്ല. പൊട്ടി എറിഞ്ഞുടയ്ക്കപ്പെട്ടതും അടിച്ച് തകർക്കപ്പെട്ടതുമാണ്. അത്രമാത്രം ആക്രമണകാരികളെ പരസ്പരം കൊല്ലുക, ആ ഒരു ലക്ഷ്യത്തോടെ. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ സുബോധത്തോടെ ആയിരിക്കുന്നല്ലോ, നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ച് പരസ്പരം കോംപ്രമൈസാക്കി മുൻപോട്ട് പോയിക്കൂടെ? നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞു, പാസ്റ്ററെ, ഇത് നിങ്ങൾ പറഞ്ഞു തരണ്ടേ, ഇത് ഞങ്ങൾ നേരത്തെ പരീക്ഷിച്ചതാണ്. ഞങ്ങൾക്ക് സുബോധം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. അല്ലേ സഹോദരി? നിങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. ഇനി വഴക്കൊന്നുമില്ല, ഇനി നമുക്ക് നമ്മുടെ പിള്ളേരെ നോക്കി ഇനിയും കിടന്ന് അടി കുടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ കളി മാറും. നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, എവിടെയും നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ ബന്ധുക്കൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ നോക്കിയേ, പെട്ടെന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞ് എല്ലാം കോംപ്രമൈസാക്കി വെച്ചിരിക്കുന്നിടത്ത് നിന്ന് പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നു. പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നമായി മാറുന്നു. പിന്നെ പറയുന്ന പദങ്ങൾ, അയ്യോ അല്ലേ, ചെയ്യുന്ന കാര്യങ്ങൾ ഉപദ്രവിക്കത്തൊക്കെ ഉണ്ട്. ആരും മോശക്കാരൊന്നുമല്ല കേട്ടോ, കിട്ടിയ കാര്യമായിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ആമേൻ. സ്തോത്രം. നോക്കൂ, അപ്പോൾ മനസ്സിലായല്ലോ, പറ്റത്തില്ല. അവർ പറഞ്ഞു, പറ്റത്തില്ല പാസ്റ്ററെ, ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിനർത്ഥം വേറെ ആരോ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിക്കുക. ഞങ്ങളെ വീട്ടിൽ കടന്നുപോയി, ഞാൻ പറഞ്ഞുവല്ലോ, അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവാസത്തോടെ 3-ാമത്തെ ദിവസം, 3 ദിവസങ്ങളിൽ ഉപവാസം ക്രമീകരിച്ചു. 2 ദിവസം ഞങ്ങൾ സഭയിലും അവരുടെ വീട്ടിലും ഉപവസിച്ചു. 3-ാമത്തെ ദിവസം ഞങ്ങൾ അവിടെ കടന്നുപോയി. ഞാനുണ്ട്, വിജയുണ്ട്, ഞങ്ങളുടെ മൂത്ത മകനുണ്ട്. ഞങ്ങളവിടെ കടന്നുപോയി. 2ാമത്തെ ആളാകുന്നതിന് മുമ്പാണ് ആ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദരനിലൂടെ സഹോദരനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, പാസ്റ്ററെ, ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ആരെ എഴുതി വച്ച രേഖകൾ ഈ വീട്ടിനകത്തിരിപ്പുണ്ട്. ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ബ്രദർ പോയി എടുത്തോണ്ട് വാ. സ്തോത്രം. രേഖ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, എന്നാൽ അത് പോയി എടുത്തോണ്ട് വാ. അപ്പോൾ ആ പുള്ളി പറയും, അയ്യോ പാസ്റ്ററെ, അത് ഞാനങ്ങ് പറഞ്ഞു, പക്ഷേ എനിക്കറിയത്തില്ല എവിടെയുണ്ടെന്ന്. ആമേൻ. അത് നിന്നോട് പറഞ്ഞ ദൈവത്തിന് നിനക്കത് കാണിച്ചു തരുവാൻ പറ്റത്തില്ലേ? ആമേൻ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ആൾ അർത്ഥബോധാവസ്ഥയിൽ എഴുന്നേറ്റ് പോകുന്ന പോക്കുണ്ടല്ലോ, അതുപോലെ എഴുന്നേറ്റ് പോയിട്ട് വീട്ടിൻ്റെ പുറകിൽ ഒരു ചായ്പുണ്ട്. അതിൻ്റെ സൈഡിൽ ബേസ്മെൻറ്റിൻ്റെ ഒരു മൂലക്കല്ലിനെ, ആ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 2-3 മൂലക്കല്ല് ഇളകിപ്പോയാൽ വീട് മൂല കൊണ്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥാനത്ത് പോയിട്ടൊരു വലിയൊരു പാര വെച്ചിട്ട് ഇടിച്ചൊരു കല്ലിനെ ഇളക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് വച്ചിരുന്ന ഒരു കല്ല്, അതിൻ്റെ പുറത്ത് തേയ്പുണ്ട്. അത് ഇളക്കിയിട്ടുള്ള കല്ലല്ല, ആരും ഇളക്കിയിട്ടുള്ള കല്ലുമല്ല, വീട് വെച്ച സമയത്ത് വെച്ച കല്ല് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആ കല്ലിനെ ഇടിച്ചിളക്കി. ഞങ്ങളൊക്കെ പേടിയോടെ നിന്നു, ഇതിങ്ങനെ വീട് ഇടിച്ചിടുമോ, അടുത്ത് ഞങ്ങൾക്കൂടെ നാട്ടുകാരെ പിടിച്ച് കെട്ടിവെക്കുമോ, ആ പേടിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അദ്ദേഹം ആ കല്ല് ഇടിച്ചിട്ടു. അതിനകത്ത് ഒരു കുപ്പിക്കകത്ത് ചെമ്പ് പേപ്പറിൽ
കുറേ എഴുതി വച്ചിരിക്കുന്നു. ആ ലിപി എനിക്കറിയത്തില്ല. പക്ഷേ ആ ലിപി എന്തെന്ന് ആ സഹോദരനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. തങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കരുത് എന്ന് തൊട്ടാ വഴക്ക് തുടങ്ങിയത് ബ്രദറെ ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഈ വീട് വെച്ച് ഇതിനകത്തോട്ട് കയറിയ സമയം മുതൽ പല വീടുകളും പ്രശ്നത്തിലാണ്. നമ്മൾ പരിഹാരം കണ്ടെത്തുവാൻ പോകുന്നു. റെഡിയാണോ? പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും. ആമേൻ. എഴുത്തുകുത്തുകളും രേഖകളും മായ്ച്ച് കളയപ്പെടും. ആമേൻ. അതന്ന് തീയിൽ വീണു. ആമേൻ. അന്ന് ആ എഴുത്തുകുത്ത് വെന്തുപോയി. അന്ന് മുതൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് വരെ. ആമേൻ. അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. 3 പേരായിരുന്ന ഞങ്ങൾ 4 പേരായി. അവർ വർദ്ധിച്ചു, അവരും അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസർ ഫാമിലിക്കൊപ്പം അവരുണ്ട്. ഇനി നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം കാണും. കാരണം ചില എഴുത്തുകുത്തുകൾ നീ രക്ഷപ്പെടത്തില്ല എന്ന്, നീ ജോലി ചെയ്ത് ജീവിക്കത്തില്ല എന്ന് എവിടെ പോയാലും ഒരു ഉൾവിളിയാ, തിരികെ പോകണം. അപ്പം പലരും ചിന്തിക്കും ഭാര്യയെ കാണാനാ, മക്കളെ കാണാനാ, സ്നേഹം കൊണ്ടോ. ഒന്നുമല്ലെന്ന്. അയ്യോ, വീട്ടിനകത്ത് വന്ന് കിടന്നാൽ മതി വഴക്കും കൂടി അടിയും കൂടി അസ്വസ്ഥ. സിസ്റ്റർ ഭയപ്പെടണ്ട, അങ്ങനെ തിരിച്ചു വരാനൊന്നും കർത്താവ് സമ്മതിക്കത്തില്ല. ആമേൻ. ആ ഒരു വിളി, ആ എഴുത്ത്, നീ രക്ഷപ്പെടത്തില്ല എന്ന് എഴുതിയ എഴുത്തുകളെ കർത്താവ് മായ്ച്ചു കളയുവാൻ പോകുക. നിന്റെ ബിസിനസ്സിന് വിരോധമായി അത് പച്ച പിടിക്കത്തില്ല എന്ന്, അതിനൊരു അഭിവൃദ്ധിയോ അത് മുഖാന്തരം ഒരു നല്ല കാലമോ നിനക്കുണ്ടാകത്തില്ല എന്ന് എഴുതിയ എഴുത്തുകുത്തുകളെ ദൈവം മായ്ച്ചു കളയുവാൻ പോകുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങ്. യെസ്, യേശുവിൻ നാമത്തിൽ നിൻ്റെ തലമുറകൾക്ക് വിരോധമായി അവനൊരു ഡിഗ്രി ഉണ്ടാകത്തില്ല എന്ന്, പഠിച്ചു നല്ല നിലയിൽ എത്തത്തില്ല എന്ന്, നല്ലൊരു വിവാഹം നടക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്, എന്നാൽ കാണാം നോക്കാം എന്ന് പറഞ്ഞ് എഴുതി കെട്ടിയ മന്ത്രവാദ തകിടുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കത്തിമാറുവാൻ പോകും. ഷബറിധലമാശേഖനെ. പരസ്പരം കണ്ടാൽ അടിയാണ്. സഹോദരങ്ങൾ തന്നെ ഒരുമിച്ച് സ്നേഹത്തിൽ ഐക്യതയിൽ മുൻപോട്ട് പോയിരുന്ന, എന്നാൽ എപ്പോൾ മുതൽ ആ പ്രശ്നം തുടങ്ങിയേ? ആമേൻ. ഒന്ന് ഓർത്തെടുത്തോ, എന്നിട്ട് കോണ്ടാക്ട് ചെയ്തോ. അതിന് പരിഹാരമുണ്ട്. അതിന് ചില എഴുത്തുകുത്തുകൾ, നിൻ്റെ സ്ഥാപനത്തിന് വിരോധമായുള്ള എഴുത്തുകുത്തുകൾ, നിൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായുള്ള എഴുത്തുകുത്തുകൾ. പ്രിയ സഹോദരി, കളിയല്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലത് പുറത്തു പോകാതെ, ചിലത് തീയിൽ വെന്തു പോകാതെ സമാധാനമുണ്ടാകത്തില്ല. തകർത്ത് കളയുവാൻ വേണ്ടി എഴുത്തുകുത്തുമായി അധികാരപത്രവുമായി അധികാരമുള്ളവൻ വന്നു. ആമേൻ. അതിനെ മായ്ച്ചു അവനെ കൊണ്ട് സഭയെ പണിയിപ്പിക്കുന്നവനാക്കി മാറ്റിയ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. അപ്പോൾ അവിധത്തിൽ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനും ആ എഴുത്തുകുത്തുകളെ മായ്ച്ചു കളയുവാനും പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ദൈവവചനത്തിനോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ലൈവുണ്ട്. പ്രഭാതമനെ എന്ന ഇതുപോലെ എല്ലാ ദിവസങ്ങളുള്ള മെസ്സേജുകളുണ്ട്. സഭയുടെ മീറ്റിങ്ങുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ആമേൻ. പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആരാധനയും സാക്ഷികളുടെ മധ്യത്തിൽ പ്രാപിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു. കർത്താവ് നിങ്ങൾ ആ വിധത്തിൽ ഒരുക്കം. കണ്ണടച്ച വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലരും എഴുതിയ എഴുത്തുകൾക്കൊത്തവണ്ണം ഇവരുടെ ജീവിതം മാറിപ്പോയി. കരച്ചിലാണ്, നിലവിളിയാണ്, നിരാശയാണ്, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ബാധിക്കപ്പെട്ട രോഗത്താൽ ബാധിക്കപ്പെട്ട അവസ്ഥകളിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. സമാധാനവും സ്വസ്ഥതയും ഇവരുടെ ജീവിതങ്ങൾക്കകത്തുണ്ടാകട്ടെ. സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന പോരുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായിട്ട് ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും നേർച്ച കാഴ്ചകളും തലമുറകൾക്ക് വിരോധമായി മുഴച്ചു നിൽക്കുന്ന എല്ലാ ആഭിചാരത്തിൻ്റെ പോരുകളും അഴിയട്ടെ. വിവാഹത്തെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിയട്ടെ. കുടുംബജീവിതത്തിന് വിരോധമായി ഉദരത്തെ പോലും കെട്ടി വെല്ലുവിളിക്കുന്ന ആഭിചാരത്തിൻ്റെ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. കൈവശമണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ. റഖലമ യഗനെ റാദൂറിയ. കുടുംബത്തിനകത്ത് സമാധാനം സ്വസ്ഥതയും ഉണ്ടാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ഇത്രയായിട്ടും ഒന്നും പ്രാപിക്കുവാൻ കഴിയാതെ മടങ്ങി വരേണ്ടി വരുമോ എന്ന് ചിന്തിച്ചായിരിക്കുന്ന ബ്രദർ സിസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങും. ഷബറി ധലമാശേഖൻ അവിടെ ഉറപ്പിക്കണമേ കർത്താവെ. കാത്തിരിപ്പുകൾ കരുതി വരട്ടെ. നല്ല ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങിക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. അങ്ങ് കൂടിയിരിക്കണമേ അപ്പ. എല്ലാം കടഭാരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് സന്തോഷം അനുഭവിക്കുന്ന അനുഭവത്തിൻ്റെതായി മാറട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, കൈയെഴുത്തുകളെ മായ്ച്ചു കളയാം, മുൻപോട്ട് പോകാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.